ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1123 ദിവസമായ ഇന്ന് 2024 ജൂൺ മാസം 11 ചൊവ്വാഴ്ച, 1199 ആണ്ട് ഇടവമാസം 28 ഗുരുവചനങ്ങളിലൂടെ പ്രതിപാദിക്കുന്ന സാരം ഏകമായതിനാൽ പ്രതിപാദകമായ സർവമതങ്ങളും ഏകത്വത്തെ തന്നെ ശ്രവിക്കുന്നു. അതിനാൽ പലതെന്നുള്ള സങ്കല്പം എന്തിന്? ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആവശ്യമില്ലാത്ത നാനാത്വ സങ്കല്പങ്ങൾ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. പ്രതിപാദിക്കുന്ന സാരം ഏകമായതിനാൽ പ്രതിപാദകമായ സർവമതങ്ങളും ഏകത്വത്തെ തന്നെ ശ്രവിക്കുന്നു. അതിനാൽ പലതെന്നുള്ള സങ്കല്പം എന്തിന്? തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പുഷ്പം ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. അത് കണ്ടിട്ട് ഒരു ചിത്രകാരൻ അതിലെ ദളങ്ങളെയും അവയോരോന്നും അടുക്കടുക്കായിട്ടിരിക്കുന്നതിനെയും അതിൻ്റെ രൂപത്തെയും കുറിച്ച് വർണ്ണിക്കുന്നു. ഒരു പെയിൻറ്റർ ആ പുഷ്പത്തിൻ്റെ വർണ്ണവിസ്മയത്തെയും അതിൻ്റെ സങ്കലനത്തെയും കുറിച്ച് വിവരിക്കുന്നു. ഒരു ജീവശാസ്ത്രകാരൻ ആ പൂവിൻ്റെ വംശത്തെയും പിറവിയെയും പറ്റി സംസാരിക്കുന്നു. ഒരാസ്വാദകൻ ആ പുഷ്പം പരത്തുന്ന സൗരഭ്യത്തെയും വാഴ്ത്തുന്നു. മറ്റൊരു ഗുണഭോക്താവ് ആ പുഷ്പത്തിൻ്റെ സത്തും തേനും നൽകുന്ന ഔഷധ മൂല്യത്തെപ്പറ്റി പ്രസ്താവിക്കുന്നു. ഒരു തത്വചിന്തകൻ അതിൻ്റെ ആകെ സ്വരൂപത്തെപ്പറ്റി സിദ്ധാന്തിക്കുന്നു. ഇവിടെ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പ്രതിപാദക വസ്തു ഒന്നു തന്നെയായിരിക്കുന്നല്ലോ. ഈ പ്രതിപാദനങ്ങളെല്ലാം ചെന്നു ചേരുന്നതും ഒന്നിൽ തന്നെയാണല്ലോ. അപ്പോൾ ഒന്നായിരിക്കുന്നതിൻ്റെ പലതായ വർണ്ണനകളെ അടിസ്ഥാനമാക്കിയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും അർത്ഥമില്ലാത്തവയാണ്. ഈ പലതായ സങ്കല്പങ്ങളാണ് ഒന്നിനെ ഭിന്ന ഭിന്നമാക്കി തീർക്കുന്നത്. ഇതുപോലെയാണ് ഏകമായിരിക്കുന്ന മതത്തെ പലതാക്കി വ്യാഖ്യാനിച്ച് ഭിന്ന ഭിന്നങ്ങളാക്കുന്നത്. അതിനാൽ ഈ പലതെന്നുള്ള നാനാത്വ സങ്കല്പം ആവശ്യമില്ലാത്തതാണ്. ഇപ്രകാരം വിചാരം ചെയ്തറിയുന്നതായാൽ ഏകമായിരിക്കുന്ന മതതത്വത്തെ അറിയുവാനും അനുഭവിക്കുവാനും ശാശ്വതമായ ശാന്തിയുടെ നിത്യതയിൽ ജീവിതത്തെ ധന്യമാക്കുവാനും കഴിയും. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.